ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മുടെ സായി കൃഷ്ണനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ കൊടുത്തത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സായി ഒളിഞ്ഞു നോക്കുന്ന ഒരു ഇത് കേട്ടോ. ഇതിനെ കുറിച്ച് ഇതിൽ എവിടെയെങ്കിലും ബഹളം കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, സായി അവിടെ ഉണ്ടാവും. ഉള്ള സമയത്താണെങ്കിൽ പുള്ളിക്കാരനക്ക് പറ്റിയതാണെങ്കിൽ അവിടെ കിടന്ന്, പുള്ളിക്കാരനെയാണ് എങ്കിൽ അവിടെ കിടന്ന് വാക്കുകൾ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും, അങ്ങനെ ഇത് ചെയ്യും. പക്ഷെ പുള്ളിക്കാരനക്ക് പറ്റാത്ത ഒരു ഇതാണ്, അല്ലെങ്കിൽ വേറെ ഉള്ളവരുള്ള വഴക്കാണെങ്കിലുണ്ടല്ലോ അവിടെ നിന്ന് പതുക്കെ പുറത്ത് പോകും കേട്ടോ. പക്ഷെ നമ്മൾ സായി കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെയല്ല വിചാരിച്ചിട്ടുണ്ട്, ഇത് ഭയങ്കര പൊട്ടിത്തെറിയായിരിക്കും, അവിടെ നല്ലൊരു ഇതായിരിക്കും, ഗെയിമർ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഗെയിമറൊക്കെ ആണ്. പക്ഷെ സായി ഭയങ്കര സൈലന്റ് ആയിട്ടാണ് അതിനകത്ത് കാണുന്നത്. അപ്പൊ സായി കുറച്ചുകൂടെ ആക്റ്റീവും കുറച്ചുകൂടെ ഇതുമാണ് ഇരുന്നെങ്കിൽ സായി പൊളിച്ചേനെ. നമ്മളിപ്പോ നല്ലൊരു യൂട്യൂബറാണ്, എല്ലാവരെ കുറിച്ച് പറയണത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സായിനെ കുറിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സായി അകത്തോട്ട് കയറുമ്പോൾ നല്ല കളിക്കും, നല്ല അവിടെ പ്രതികരിക്കും, എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ സായി ബിഗ് ബോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ സായി എപ്പോഴും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഒന്നുകൂടെ സായി ആക്റ്റീവാണ്, നമുക്ക് കാണുന്നവർക്ക് ഒരു ഹരം ഉണ്ടായിരുന്നു. അപ്പൊ ഈ എത്തി നോക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ വന്നത്, പുള്ളിക്കാരൻ്റെ ഒരു ഇതാണെങ്കിൽ മാത്രം അവിടെ പ്രതികരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാം അങ്ങ് വലിയും. ഇതിൽ ഞാൻ ഇടപെട്ടിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ എന്താണ് ഞാനൊന്നും പറയുന്നില്ല, ഇതെന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എല്ലാം സ്ക്യൂട്ടാവും. ആ ഒരു ഇതാണ് കേട്ടോ. പക്ഷെ സായി ഒന്നുകൂടെ ഇതായിരിക്കും എന്ന് വിചാരിച്ചു. അതെന്തായാലും സായി അത് അവിടെ ഒന്നും കാണിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒളിഞ്ഞു നോട്ടം ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം നിങ്ങൾക്ക് സായിനെ കുറിച്ച് എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനിത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ആ ഒളിഞ്ഞു തോട്ടം അവിടുത്തെ കാണിക്കുന്ന ആ രീതികളൊക്കെ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.